നമ്മൾ 100K ചെയ്തപ്പോഴും പൈത്തൺ ചെയ്തപ്പോഴും നോഡിൻ്റെ ജാവാസ്ക്രിപ്റ്റ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത ചെയ്യാൻ പോണ ഫ്ലട്ടർ ആൻഡ്രോയിഡ് എന്തൊക്കെയാണ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് അല്ലേ. ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാക്കുക, ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷനിൽ നിന്ന് അപ്പുറത്തെ ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനെ വിളിച്ച് നോക്കിയിട്ട് അതൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യും, തിരിച്ചു വരും, അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ ഫംഗ്ഷൻ അതേ ഫംഗ്ഷൻ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിളിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതെന്താണ് സംഭവം, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിന് പറയുന്ന പേര് റിക്കർഷൻ എന്നാണ്. ആ റിക്കർഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതെന്താണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാലെങ്കിൽ ഒരുപാട് പ്രോബ്ലത്തിന് ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ സീരീസിലും ഇത് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. ട്രീ സ്ട്രക്ചറൊക്കെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് റിക്കർഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്യുക. അപ്പോൾ ആ ഒരു ഫങ്ഷൻസ് എങ്ങനെയാണ് ഉള്ളിലോട്ട് കോൾ ചെയ്ത് പോകുക എന്നുള്ളത്. അപ്പോൾ നോർമലി നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹലോ എന്നുള്ളതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഹലോ എന്നുള്ള ഫംഗ്ഷനെ നിങ്ങൾ ഇപ്പോൾ വേറൊരു ഫംഗ്ഷൻ, ഇപ്പോൾ ഇതൊരു ഫംഗ്ഷൻ വോയിഡ് മെയിൻ അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. ഇതിലും പല രീതിയിലാണ്. തൽക്കാലം വോയിഡ് മെയിൻ എന്ന് എഴുതുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു എല്ലാ പ്രോഗ്രാമിങ്ങിനും പറ്റുന്ന രീതിയിലാണ് എഴുതുന്നത്. ചിലതിൽ വോയിഡ് എഴുതണില്ല, പലതിലും പലതാണ് എഴുതാറ്. അപ്പോൾ ഞാൻ ചുമ്മാ വോയിഡ് അങ്ങനെ സിൻടാക്സ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അല്ലാത്ത രീതിയിലാണ് പറയണത്. ഇപ്പോൾ മെയിൻ എന്നുള്ള ഫംഗ്ഷനിൽ ഇപ്പോൾ ഇവിടെ ഹലോ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കുറേ ലൈൻസ് ഓഫ് കോഡ് ഉണ്ടെന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് ഹലോ വിളിച്ചാൽ എന്താ സംഭവിക്കുക? ഈ ഹലോ കോള് നേരെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ ഇതേ ലൈനിലോട്ട് വരാൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ ഇപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് റിട്ടേൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ റിട്ടേൺ അവസാനം 10 റിട്ടേൺ ചെയ്യുന്നുണ്ട് വിചാരിക്കും. ആ റിട്ടേൺ എങ്ങോട്ട് വരും? നേരെ ഇവിടെ വരും. ഇവിടെ ഇപ്പോൾ ഒരു വേരിയബിളിലോട്ടാണ് ഇപ്പോൾ അസൈൻ ഹലോ ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ഈ 10 എവിടെ വരും? അതായത് കോൾ ചെയ്ത ഇങ്ങനെ വർക്ക് ചെയ്ത് പോയി തിരിച്ച് അത് വർക്ക് ചെയ്ത ലൈൻ തന്നെ വരും. വർക്ക് ചെയ്ത ലൈൻ അസൈൻ. അപ്പോൾ ഈ 10 ഇവിടെ എത്തി, അസൈൻ 10 എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ എയിലോട്ട് 10 കയറി അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് ഫംഗ്ഷൻ വിളിച്ചാൽ വർക്ക് ചെയ്യുക. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇത് 4 തരത്തിലുള്ള ഫംഗ്ഷനൊക്കെ 100K കോഡിംഗ് ചലഞ്ചിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ഉള്ളതും റിട്ടേൺ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. അതറിയാത്തവർ 100K കോഡിംഗ് ചലഞ്ച് പറഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ 100K കോഡിംഗ് ചലഞ്ച് ഉണ്ട്. ആ സീരീസ് വാച്ച് ചെയ്യുക. അതിൽ ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട്. നമ്മളിവിടെ പറയാൻ പോകുന്നത് റിക്കർഷൻ എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ്. റിക്കർഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഇതിനെ വേറെ ഫംഗ്ഷൻ അല്ല വിളിക്കുന്നത്. ഇപ്പോൾ മെയിനിനെ തന്നെ വിളിക്കുകയാണെന്ന് വിചാരിക്കുക. മെയിൻ തന്നെ തിരിച്ച് വിളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വർക്ക് ചെയ്യാൻ വരും. വീണ്ടും വീണ്ടും മെയിനിനെ വിളിക്കും. വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ വീണ്ടും പോകും. അതിങ്ങനെ പോകാൻ നല്ലത് എക്സിറ്റ് ആവില്ല. അങ്ങനെ ഒരു റിക്കർഷൻ, അതായത് ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എഫ് ആണ് ഫംഗ്ഷൻ്റെ പേര് എന്ന് വിചാരിക്കുക. ഇപ്പോൾ എഫ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വർക്ക് ചെയ്തും വീണ്ടും എഫിനെ വിളിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. എഫ് ഇങ്ങനെ വന്ന് ഇവിടുത്തെ എഫിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകും. വീണ്ടും ഈ സ്റ്റെപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് വന്ന് വീണ്ടും എഫിക്ക് തന്നെ പോകും. വീണ്ടും തിരിച്ച് വന്ന് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നെ പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിന് എൻഡ് ഉണ്ടാവില്ല. ഇങ്ങനെ എൻഡില്ലാതെ ഇങ്ങനെ ഫംഗ്ഷൻ വിളിച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് റിക്കർഷൻ എന്നുള്ള കൺസെപ്റ്റ്. അത് ആ ഫംഗ്ഷനെ ഇങ്ങനെ വിളിച്ച് പോവുക. നമുക്ക് എൻഡ് ചെയ്യണ്ടേ? പ്രോഗ്രാം അങ്ങനെ എൻഡ് ചെയ്യാതെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എൻഡ് ചെയ്യാനുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഈഫും ഇതൊക്കെ വെച്ചിട്ട് കണ്ടീഷൻസൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ട് നമുക്ക് എൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രോഗ്രാം നമ്മളിപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഫാക്ടോറിയൽ എന്നുള്ള പ്രോഗ്രാമുണ്ട്. അതെങ്ങനെ റിക്കർഷൻ വെച്ചിട്ട് ചെയ്യാമെന്നുള്ള നമുക്ക് നോക്കാം. ആ ഒരു എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ഈ റിക്കർഷൻ എന്താണെന്ന് മനസ്സിലാവും. ബേസിക്കായിട്ട് തന്നെ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നതാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ എക്സാമ്പിൾ ചെയ്തു. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു നമ്പറിൻ്റെ 5ൻ്റെ ഫാക്ടോറിയൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ്? 5ൻ്റെ ഫാക്ടോറിയൽ 1 × 2 × 3 × 4 × 5 ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് 5ൻ്റെ ഫാക്ടോറിയൽ അല്ലേ. എത്രയാണ്? 1 × 2 2 × 3 6 6 × 4 4 × 6 24 24 × 5 120. ഓക്കെ, അപ്പോൾ ഈ 5ൻ്റെ ഫാക്ടോറിയൽ എന്നാൽ 120 ആണ്. ഈ 120 എത്തിയത് മനസ്സിലായി. ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലൂപ്പ് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫോർ ISIN എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് 1 നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ 1 × 2 2 തന്നെ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 2 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ISIN 2 ലെസ് ദാൻ എന്താണ് എത്രയാണോ n എത്രയാണോ അത് I++ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു KSIN K × എന്താ കൊടുക്കുക? I കൊടുക്കുക. KSIN ഒരു 1 ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി സ്പെസിഫൈ ചെയ്യുക.
എന്നിട്ട് എന്ത് ചെയ്യും ലൂപ്പിൽ വരുമ്പോൾ എന്താ നമുക്ക് ഐ എസ് ഐൻ 2 ആണ് 2 ഇൻറ്റു കെ എന്ന് വരും കെൻ്റെ വാല്യൂ 1 ആണ് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും അത് കെയിൽ വയ്ക്കും ലൂപ്പ് കൂടും ഐയുടെ വാല്യൂ 3 ആവും 3 അപ്പോൾ നേരത്തുള്ള 2ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യും അങ്ങനെ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം ലൂപ്പ് എൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കേട്ടോ അച്ഛാ 5 വരെ പോകണ്ടേ ഏത് നമ്പറാണോ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്യണം ഇതാണ് ഫോർ ലൂപ്പ് വെച്ചിട്ട് ആ പ്രോഗ്രാം ചെയ്യുന്ന രീതി ഇനി ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം റിക്കർഷൻ വെച്ചിട്ട് ചെയ്യാം റിക്കർഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതാണെന്ന് വെക്കുക അപ്പോൾ ഫംഗ്ഷനിലോട്ട് n വരുന്നുണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്യും എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് ഈഫിൻ്റെ ഉള്ളിലല്ല ഈഫിൻ്റെ പുറത്താണ് റിട്ടേൺ എന്താണ് അതായത് റിട്ടേൺ n ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 എന്ന് കൊടുക്കും ഇതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് എവിടെ നിന്നാണ് ഇതൊക്കെ വന്നതെന്നുള്ളത് ഈ n എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്ന n തന്നെയാണ് എഫ് ഓഫ് n മൈനസ് 1 വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് 1 ആണ് കേട്ടോ i ഒന്നല്ല ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതായത് ഒരു ഫാക്ടോറിയൽ കാണുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെ കിട്ടുക എന്നുള്ള ഒന്നും ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം അതിൻ്റെ കൂടെ ഒന്ന് പോയി നോക്കാം ഇപ്പോൾ 5 വെച്ചിട്ടുള്ള എക്സാമ്പിൾ സഹിതം തന്നെ നമുക്ക് പോയി നോക്കാം അപ്പോൾ എഫ് ഓഫ് 5 ഞാൻ വിളിക്കണമെന്ന് വിചാരിക്കും വേറെ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു ഫംഗ്ഷൻ എഴുതിയല്ലോ ആ രീതിയിൽ ഇപ്പോൾ ഒരു എഫ് ഓഫ് 5 നമ്മൾ വിളിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇവിടെ വന്നു ഈ ഫംഗ്ഷനിലോട്ട് വരുമ്പോൾ ഈഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്നാണ് ആദ്യം നോക്കുന്നത് കണ്ടീഷൻ ശരിയാണോ അതായത് 1നേക്കാൾ ചെറുതാണോ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താ 5 ആണ് ചെറുതല്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല അവിടെ ചുമ്മാ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞാൽ വർക്ക് ചെയ്യില്ല നേരെ എന്ത് സംഭവിക്കും അതിൻ്റെ താഴത്തെ ലൈനിലോട്ട് വരും അവിടെ എന്ത് പറഞ്ഞു റിട്ടേൺ എന്ത് പറഞ്ഞിട്ടുണ്ട് n ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട് അത് റിട്ടേൺ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഈ വർക്കിങ് കഴിയണം അതായത് ഇപ്പോൾ ഇവിടെ റിട്ടേൺ പറഞ്ഞിട്ടുണ്ട് ഈ റിട്ടേൺ വർക്ക് ചെയ്യണമെങ്കിൽ ഈ വർക്ക് കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ ഈ റിട്ടേൺ എന്നുള്ള സംഭവം വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇവിടെ സംഭവിച്ചുള്ളത് n ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 എന്നുള്ളതാണ് അപ്പോൾ n എത്രയപ്പോൾ ഉള്ളത് 5 ആണ് 5 ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 എഫ് എന്താണ് ഈ ഫംഗ്ഷനാണ് ആ ഫംഗ്ഷനെ വീണ്ടും വിളിക്കുകയാണ് എന്ത് വെച്ചിട്ട് n മൈനസ് 1 വെച്ചിട്ട് അപ്പോൾ എത്ര വെച്ചിട്ട് വിളിക്കുന്നത് എഫ് ഓഫ് 5 നമ്മൾ വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആൻസർ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ റിയലോട്ടാണ് ആൻസർ ഇങ്ങനെ വെയിറ്റ് ചെയ്താണ് വേറെ ഫംഗ്ഷൻ വെയിറ്റ് ചെയ്യാന്നിരിക്കുക ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോൾ n ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 എന്ന് വിളിച്ചത് അതായത് n മൈനസ് 1 എന്ന 4 എഫ് ഓഫ് 4 വെച്ചിട്ട് വിളിക്കുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താ സംഭവിച്ചു ഇവിടെ എത്തിയപ്പോൾ ഇതവിടെ വെക്കുകയാണ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെയിറ്റിംഗ് ഉണ്ട് അതിന് എന്ത് ചെയ്യുക അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാണ് എഫ് ഓഫ് എഫ് ഓഫ് 4 വിളിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ് അപ്പോൾ ഇവിടെ എത്തി ഇവിടെ എഫ് ഓഫ് 4 എത്തിയപ്പോൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ഇപ്പോൾ റിട്ടേൺ ആയിട്ടില്ല എന്നാൽ എന്താ പറയുക 1നേക്കാൾ ചെറുതല്ല അപ്പോൾ അങ്ങോട്ട് ഈ റിട്ടേൺ എന്തായാലും വർക്ക് ചെയ്യില്ല നേരെ ഇവിടെ വരികയാണ് മറ്റേത് മൾട്ടിപ്ലൈ ചെയ്യാൻ കിടക്കുന്നുണ്ട് കേട്ടോ അതായത് 5 ഇൻറ്റു എഫ് ഓഫ് 4 എന്നുള്ള സാധനത്തിൽ എഫ് ഓഫ് 4 ഉള്ളിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഭയങ്കര കൺഫ്യൂഷനാണ് ഇത് മനസ്സിലാവണം അപ്പം ഇവിടെ എഫ് ഓഫ് 4 വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ റിട്ടേൺ എന്ത് സംഭവിക്കും ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത് റിട്ടേൺ 4 ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 എന്നാണ് നമ്മളിപ്പോൾ എഫ് ഓഫ് 4 നിൽക്കുന്നത് ഇപ്പോൾ 4 ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 3 നമ്മൾ വിളിക്കുന്നത് അപ്പോൾ 4 ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എഫ് ഓഫ് 3 അവിടെ വിളിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും മനസ്സിലാവുണ്ടോ ഈ രീതിയിൽ വിളിക്കും അപ്പോൾ ഈ 4 നിന്ന് അതായത് എഫ് ഓഫ് 4 ആകുമ്പോഴും നിൽക്കുന്നത് എഫ് ഓഫ് 4 അതായത് ഇവിടുന്ന് നമ്മൾ എന്ത് വിളിച്ചു എഫ് ഓഫ് 4 വിളിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെയാണ് നമ്മൾ എഫ് ഓഫ് 5 നമ്മൾ ആദ്യം പ്രോഗ്രാം തുടങ്ങി എഫ് ഓഫ് 5 ഇങ്ങനെ വന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു 5 ഇൻറ്റു എഫ് ഓഫ് 4 അതായത് ഈ വിളിച്ചു അത് കഴിഞ്ഞ് എഫ് ഓഫ് 4 എത്തിയപ്പോൾ വീണ്ടും ഇവിടുന്ന് 4 ഇൻറ്റു എഫ് ഓഫ് 3 വിളിച്ചു ഓക്കെ അത് കഴിഞ്ഞ് എഫ് ഓഫ് 3 വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ 3 ഇൻറ്റു വീണ്ടും വിളിക്കും ഓക്കെ എന്ത് വിളിക്കും എഫ് ഓഫ് 2 വിളിച്ചു പിന്നെ എന്ത് സംഭവിക്കും അതേമാതിരി അത് ആലോചിച്ചാൽ മതി എഫ് ഓഫ് 1 വിളിക്കും അതായത് എഫ് ഓഫ് 2 ഉള്ളിൽ വരുമ്പോൾ 2 ഇൻറ്റു എഫ് ഓഫ് 1 വിളിക്കും 2 ഇൻറ്റു എഫ് ഓഫ് 1 വിളിക്കുമ്പോൾ ഇതിങ്ങനെ ഇവിടെ എത്തി എഫ് ഓഫ് 1 ഈഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അപ്പോൾ ആ കണ്ടീഷൻ അപ്പോഴാണ് ശരിയാവുന്നത് അപ്പോൾ ആ കേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഒരു റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ റിട്ടേൺ 1 കൊടുക്കുക അപ്പോൾ ഒക്കെയാണ് 1 എന്ത് ചെയ്യുന്നത് വെച്ചാൽ എഫ് ഓഫ് 2 ഫംഗ്ഷൻ ഇവിടെ എത്തിയപ്പോൾ മാത്രം അതായത് എഫ് ഓഫ് 2 നിന്ന് 2 ഇൻറ്റു എഫ് ഓഫ് 1 വിളിച്ച സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ റിട്ടേൺ 1 എങ്ങോട്ട് വരും വിളിച്ച സ്ഥലത്തോട്ട് വരും വിളിച്ച സ്ഥലം എവിടെയാണ് എഫ് ഓഫ് 2 നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത് എഫ് ഓഫ് n മൈനസ് 1 വിളിച്ചിട്ടുള്ളത് എഫ് ഓഫ് 2 ഇവിടെ എത്തിയപ്പോഴാണ് എന്ത് 2 ഇൻറ്റു എഫ് ഓഫ് n മൈനസ് 1 എഫ് ഓഫ് 1 വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ റിട്ടേൺ 1 എങ്ങോട്ട് വന്ന് ഫംഗ്ഷൻ വിളിച്ചോടുത്തേക്കാൾ വരിക നേരെ ഇവിടെ വരും ഇവിടെ 1 വന്നു ഇവിടെ 1 വരുമ്പോൾ n എന്തായിരുന്നു 2 ആയിരുന്നു 2 ഇൻറ്റു 1 എന്താണ്
ഇത് കോഡിലുള്ളതല്ല കേട്ടോ, ഞാൻ മനസ്സിലാൻ വേണ്ടി എഴുതാം. 2 × 1 2. ഇത് എങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞത്? ഇനിയാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ റിട്ടേൺ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റിട്ടേൺ എന്തായിരിക്കും? 2 × 1 പറഞ്ഞാൽ 2 ആണ്. ഇവിടെ റിട്ടേൺ 2 പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങോട്ടാണ് പോവുക? ഇത് പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ, അതായത് f(2) നമ്മൾ എവിടുന്നാണ് വിളിച്ചത്? f(2) നമ്മൾ വിളിച്ചത് എവിടുന്നാന്ന് വെച്ചാൽ f(3)ൽ നിന്ന്. f(3)ലെ 3 × f(2) എന്നുള്ള ഈ സാധനമല്ലേ വിളിച്ചത്? അല്ല, ഈ സാധനം വിളിച്ചപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരും, ഈ f(3) വിളിച്ചോടത്ത് വരും. അതായത് 3 × f(2) വിളിച്ച് ഈ റിസൾട്ട്, അതായത് ഇപ്പോൾ നമ്മൾ f(2) എന്ന് വിളിച്ച റിസൾട്ട് ഉണ്ടല്ലോ, ഈ 2 എന്നുള്ള റിസൾട്ട്, അതെവിടെ വരും? അതിന് മുന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയ 3ൽ 3 × f(2) അല്ലേ വിളിച്ചത്. അതിൻ്റെ റിസൾട്ട് എത്രയാണ്? 2 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്ത് വരും? ആ 2 ഇവിടെ വരും. അപ്പോൾ എന്താ സംഭവിക്കും? 2 × 3 5 വരും. ഈ 5 ഇവിടുന്ന് മൊത്തത്തിൽ റിട്ടേൺ ചെയ്യാൻ പറയും. എങ്ങോട്ട് റിട്ടേൺ ചെയ്യാൻ പറയും? 4ൽ നിന്നാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? 4ൽ നിന്നാണ് 4 × f(3) എന്നുള്ള കേസ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ f(3)യുടെ റിസൾട്ട്, ഇപ്പോൾ വന്ന റിസൾട്ട് എത്ര? 2 × 3 എന്നുള്ള 6 എന്നുള്ള റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും? f(4) എന്നുള്ള രീതിയിൽ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനിലോട്ട് വരും. അങ്ങനെ 4 × 6 മൾട്ടിപ്ലൈ ചെയ്യും. ആ ആൻസർ എങ്ങോട്ട് പോകും? ലാസ്റ്റ് റിസൾട്ട്, f(5) വിളിച്ചില്ലേ? 5 വിളിച്ചപ്പോഴാണ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞിരുന്നത്? 5 × f(n−1) എന്നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ f(4)ന്റെ റിസൾട്ടായിട്ടുള്ള ആ ആൻസർ ഇവിടെ വരും. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അത് 5 × എത്രയാണ് ആ മൾട്ടിപ്ലൈ ചെയ്ത് ആ ആൻസർ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. ഇതുകൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതായത് ഈ ഫംഗ്ഷൻ്റെ വർക്കിംഗ് മൊത്തം കഴിയും. അതായത് ആദ്യം f(5) വന്നു, f(4)നെ വിളിച്ചു, f(3)നെ വിളിച്ചു, f(2)നെ വിളിച്ചു, f(1)നെ വിളിച്ചു. 1ലെത്തുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. പോയ അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് വന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനത്തെ റിട്ടേൺ എങ്ങോട്ടായിരിക്കും? f(5)ൻ്റെ റിട്ടേൺ അത് നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് കിട്ടും? ഈ മൾട്ടിപ്ലൈ ചെയ്ത അവസാനത്തെ ആൻസർ ഇതിൽ കിട്ടും. നമ്മൾ ആ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ ചെയ്ത സാധനം തന്നെയാണ്. ആ സാധനം ഒരു വേറെ രീതിയിൽ ഫംഗ്ഷനെ വിളിച്ച് റിട്ടേൺ അടിച്ചിട്ട് വരുന്ന രീതിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് ആലോചിച്ചിട്ട് ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഫംഗ്ഷനെ വിളിക്കണത്, വെയിറ്റ് ചെയ്യണത്, നമ്മൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ രീതി. അത് ഒന്നിങ്ങനെ വിളിച്ച് പോയി. ഇപ്പോൾ ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നേരെ വന്നു 2 × 3 × 2 വെറുതെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കണക്കൂട്ടിയാണ് വ്യക്തിയാണ് ചെയ്തത്. ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യം തന്നെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കണില്ല. ആദ്യം ഉള്ളിലേക്ക് പോയി അവസാനത്തെ എൻഡ് പോയിന്റിലെത്തി പിന്നെ തിരിച്ചിങ്ങോട്ട് വരികയാണ് വാല്യൂ. തിരിച്ച് വരുമ്പോഴാണ് ആ റിട്ടേൺ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് അവസാനം വരുന്ന റിസൾട്ട് ഈ ലാസ്റ്റ് ഫംഗ്ഷൻ വിളിച്ച സ്ഥലത്തോട്ട് വരുന്നത്. ഈ രീതിയിലാണ് റിക്കർഷൻ വർക്ക് ചെയ്യണത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ തരുന്ന പ്രോഗ്രാമിൻ്റെ ആൻസർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആദ്യം പ്രോഗ്രാം എഴുതാം, എന്നിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം എന്തൊക്കെയാവും എന്നുള്ളത്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, നല്ല മാർക്കർ. ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനിലോട്ട് ഒരു n ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ നേരത്തെ എഴുതിയ പോലെ തന്നെ if n < 1 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന്. അതുപോലെ അതല്ലെങ്കിൽ ഈഫിൻ്റെ പുറത്ത് എന്താണ് f(n−1) ഒന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. n ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ f(n−1) വീണ്ടും വിളിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വെറും 4 വരി കോഡേ ഉള്ളൂ. f(5) ആയിട്ടാണ് ഞാൻ ഈ ഫംഗ്ഷനെ ആദ്യമായിട്ട് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷനിൽ f(5) വെച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? കൺസോളിൽ കുറച്ച് വാല്യൂസ് വരും. ആ വാല്യൂസ് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് കൂടെ നിങ്ങൾ എന്താണ് ആൻസർ എന്നുള്ളത് ആൻസർ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ആൻസർ കമൻറ്റ് ചെയ്യുക. അത് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ അപ്ലോഡ് ചെയ്തിട്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ് ആക്കാൻ മറക്കരുത്. പ്രൈവറ്റ് ആക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതേപോലെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് വ്യൂ ഓൺ ആക്കിയിട്ട് ആ ലിങ്ക് നിങ്ങൾ ഈ ഒരു കമൻറ്റിൽ ആഡ് ചെയ്ത്, അതായത് ആൻസർ എഴുതണം, ഈ ലിങ്ക് ആഡ് ചെയ്യണം, നിങ്ങളുടെ മൊബൈൽ നമ്പർ സ്പെസിഫൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അപ്പോൾ സ്പെസിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ കമൻറ്റ് തിരിച്ച് മറുപടി ആയിട്ട് നമ്മൾ തരാം. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തുമ്പോൾ നമ്മൾ എക്സാക്റ്റ് റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്യാഷ് അവാർഡ് ഉണ്ട്. അപ്പോൾ ഇത് റിക്കർഷൻ മനസ്സിലാവുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമർ ആയി എന്ന്, അല്ലെങ്കിൽ ഒരു ഹൈ പെർഫോമൻസ് ആയിട്ട് ലെവലിൽ പ്രോഗ്രാമർ ആയി എന്നുള്ളത് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ കാര്യം നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ പോയി ഈ ഒരു റിക്കർസീവ് വേയിൽ ഇത് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ
അഹങ്കരിച്ചോ, നല്ല പ്രോഗ്രാമറാണ്, നിങ്ങൾ വേറെ ലെവലിലായിട്ടുണ്ട്, ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് വേഗം ഇതിൻ്റെ ക്യാഷ് അവാർഡ് മേടിക്കാൻ നോക്കും. ഇനി ഇതിൽ ഓൾറെഡി ആരെങ്കിലും പ്രൈസ് വിന്നർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടാത്ത ആൾക്കാർ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ആരെങ്കിലും ഒരാൾ നല്ല ആൻസർ വന്നു കഴിഞ്ഞാൽ ആ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിൻ ചെയ്ത് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം മനസ്സിലാവും. ഇനി അവർ പറയണത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാവാത്ത രീതിയിലൊക്കെ എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കമൻറ്റ് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ വേറെ തരുന്നതായിരിക്കും. ഇതിൽ എന്തെങ്കിലും പഠിക്കുമ്പോൾ ഡൗട്ട് ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് പറഞ്ഞ എക്സ്പ്ലനേഷൻ മനസ്സിലായില്ല, നമ്മുടെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ പഠിക്കുമ്പോൾ, നോഡ് പഠിക്കുമ്പോൾ, എൻട്രക്കെ പഠിക്കുമ്പോൾ, പൈത്തൺ പഠിക്കുമ്പോൾ, ഇനി വരുന്ന മറ്റേ നമ്മുടെ ഫ്ലട്ടർ, ആൻഡ്രോയിഡ് ഏതെങ്കിലും പഠിക്കുമ്പോൾ, നമ്മുടെ വീഡിയോൻ്റെ പഠിക്കുമ്പോൾ ഡൗട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് ഉണ്ട്. വേഗം ജോയിൻ ചെയ്ത് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാസത്തെ ഫുൾ സപ്പോർട്ടാണ്. 6 മാസത്തേക്ക് നിങ്ങൾ ചെറിയൊരു കോസ്റ്റോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ടെക്സ്റ്റ് ടാഗിങ് പഠിച്ചെടുക്കാൻ ഒരു ജോബിലോട്ട് കയറാനുള്ള സാധനം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. വേറെ എവിടെയെങ്കിലും ഒരു കോഴ്സിനും പോകണ്ട, ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്നിട്ട് നമ്മളെ ഈ ചാനലിൽ നിങ്ങൾക്ക് ജോബിലോട്ട് കയറാൻ പറ്റും, നല്ല ഇംഗത്തിലോട്ട് പോകാൻ പറ്റും. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അവിടെ എവിടെ പോയിട്ട് ആ കോഴ്സ് ഈ കോഴ്സ് 30,000 50,000 കൊടുത്തിട്ട് വെറുതെ കാശ് കളഞ്ഞ് വെറുതെ നടക്കാൻ നിൽക്കേണ്ട. ചാനൽ വന്നിട്ട് ഒരു 3,000 റുപ്പീസിന് മെമ്പർഷിപ്പ് എടുത്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, പോസിബിൾ ആക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ അപ്ഡേറ്റ്സ്, ചാനൽ അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറുണ്ട്, ഇപ്പം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ നമ്പറിലോട്ട് നിങ്ങൾ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് നിങ്ങളുടെ പ്ലേസും നിങ്ങളുടെ പേരും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ, വാട്സാപ്പായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടും. വാട്സാപ്പിൽ നമ്മൾ പുതിയ വീഡിയോസ് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വാട്സാപ്പ് ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, നമ്മുടെ ക്രോസ് സോഴ്സിൻ്റെ ഭാഗമാവുക.